ഡൽഹിയിൽ നിന്നും ശരത് ലാൽ ചേരുന്നുണ്ട്. ഒപ്പം ലീഗൽ കറസ്പോണ്ടന്റ് ഷബ്ന സയ്യദ് ചേരും. ആദ്യം ശരത് ലാലിലേക്കാണ്. ശരത്ത്, നേരത്തെ സൂചിപ്പിച്ച പോലെ മമതാ ബാനർജി ഉൾപ്പെടെ ആവശ്യമായി രംഗത്ത് വരികയാണ്. പരമാവധി ശിക്ഷ നൽകണം. CBI അന്വേഷിച്ച കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് സിയാൽദ കോടതി കണ്ടെത്തിയിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഏത് തരത്തിലുള്ള വിധിയായിരിക്കും പുറത്തു വരാനിരിക്കുന്നത്? ആ വിധി എങ്ങനെ സ്വാധീനിക്കും കൊൽക്കത്തയെ? സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്നത്, അതായത് മാതാപിതാക്കളും അതുപോലെ കോടതിയിൽ പുറത്തുള്ള സമരം ചെയ്യുന്ന ഡോക്ടർമാരും പ്രതീക്ഷിക്കുന്നത് ഒരു മാക്സിമം ശിക്ഷയായ പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ പ്രതിക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ശബന നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോടതി പ്രതിയോട് തങ്ങൾ കുറ്റക്കാരനാണ്, ജീവപര്യന്തം വധശിക്ഷ ലഭിക്കാൻ പറ്റുന്ന കുറ്റം താങ്കൾ ചെയ്തതായി കോടതി തെളിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാക്കിയതാണ്. ഏതായാലും കൽക്കത്തയെ സംബന്ധിച്ച്, ബംഗാളിനെ സംബന്ധിച്ചോളം വളരെ നിർണായകമായ വിധിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം മമതാ ബാനർജി ഇപ്പോൾ തന്നെ ഇത് സംബന്ധിച്ചുള്ള തൻ്റെ പ്രതികരണം വ്യക്തമായി കഴിഞ്ഞു. വധശിക്ഷ തന്നെ പ്രതിക്ക് നൽകണം, പ്രതിക്ക് വധശിക്ഷ അർഹനാണ്, അത്രയും ക്രൂരമായൊരു കൊലപാതകവും ബലാത്സംഗവുമാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പ്രതിക്ക് വധശിക്ഷയിൽ കുറഞ്ഞ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ആവർത്തനമാണ് മമതാ ബാനർജിയും തൃണമൂലും വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനൊരു രാഷ്ട്രീയ വശങ്ങളും കൂടിയുണ്ട്. കാരണം കൽക്കത്ത ഹൈക്കോടതി CBIക്ക് കേസ് നൽകിയിരുന്നു. CBIയും കുറ്റപത്രം സമർപ്പിച്ചത് CBI ആണ്, അന്വേഷണം നടത്തിയത് CBI ആണ്. കൽക്കത്ത പോലീസ് 36 മണിക്കൂറിൽ അറസ്റ്റ് ചെയ്ത അതേ പ്രതിയെ തന്നെയാണ് കുറ്റക്കാരനെന്ന് CBI കണ്ടെത്തിയത്. ഇനി CBI കണ്ടെത്തലും കുറ്റപത്രം സമർപ്പിച്ചതിലും അതനുസരിച്ച് വധശിക്ഷ ലഭിച്ചില്ലെങ്കിൽ അത് കേന്ദ്രത്തിൻ്റെയും CBIയുടെയും മേൽ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാനുള്ള അവസരമായിട്ടാണ് തൃണമൂൽ ഇത് ഉപയോഗിക്കുക എന്ന് സൂചിപ്പിക്കുന്നതാണ് ബംഗാൾ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ഏതായാലും ഇതിനെതിരെ BJP നേരത്തെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം CBI എല്ലാ തെളിവുകളും നശിപ്പിച്ച ശേഷമാണ് CBI അന്വേഷണം ആരംഭിക്കുന്നത്. 36 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ കാര്യത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും കൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്യുകയും ക്രൈം നടന്ന സമയങ്ങളിലെ 100ഓളം പേരെ ക്രൈം സ്ഥലത്തേക്ക് അനുവദിക്കുകയും ചെയ്തു. അതോടുകൂടി ഫിംഗർ പ്രിൻ്റ് അടക്കമുള്ള നിരവധി തെളിവുകൾ നഷ്ടപ്പെട്ടു എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ആരോപിച്ചത്. അതുപോലെ തന്നെ പെൺകുട്ടിയുടെ പരിശോധന, അതായത് ലൈംഗിക ആക്രമണം നടന്നോ എന്നതിനുള്ള പരിശോധന 36 മണിക്കൂറിന് ശേഷം വൈകിപ്പിച്ചു. പോസ്റ്റ്മോർട്ടം സുതാര്യമല്ലാതെ നടത്തി ഇതൊക്കെ കാരണം കൊണ്ട് CBI കണ്ണുകെട്ടിയിട്ടാണ് CBI അന്വേഷണത്തിന് വിട്ടത് എന്ന ഒരു പരാമർശം കൂടി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തി. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇന്നത്തെ വിധി രാഷ്ട്രീയപരമായിട്ട് തൃണമൂലും BJPയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ ഭാഗമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഗൗതം. ഇത് തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പോലും പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു വിധിയായിരിക്കും. കാരണം ഫെബ്രുവരി 1 പാർലമെൻറ്റ് തുടങ്ങുകയാണ്. ഇതിൽ എന്തെങ്കിലും ഒരു ജീവപര്യന്തോ വധശിക്ഷ കുറവാണെങ്കിൽ തൃണമൂൽ ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ ആക്രമിക്കാൻ ഭാഗമായി കോൺഗ്രസിന് ആരോപണമായി പാർലമെൻറ്റിനടക്കം ഉയർത്തും. ഇതുതന്നെയാണ് BJPക്കും ഭയമുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ തന്നെ BJP തെളിവുകൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ സർക്കാരും പോലീസും കൽക്കത്ത പോലീസും നശിപ്പിച്ചു എന്ന് നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം എന്ന രീതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയപരമായിട്ട് ഏറ്റുമുട്ടലിന് വഴിതെളിക്കുന്നതാണ് ഇന്നത്തെ വിധി എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും കോടതി കുറ്റക്കാരനത്ത് കണ്ടെത്തി കഴിഞ്ഞു, ഗുരുതരമായ കുറ്റം ചെയ്തു കഴിഞ്ഞു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ പക്ഷേ അപൂർവമായ കേസുകൾ മാത്രമാണ് വധശിക്ഷ വിധിക്കുക. അങ്ങനെ വിധിക്കണമെങ്കിൽ അത്യപൂർവമാണ് എന്ന് ജഡ്ജി പരിശോധിക്കണം. അത് CBI പോലുള്ള കോടതിയിൽ, സ്പെഷ്യൽ കോടതിയിലും ഇത് സുപ്രീം കോടതി മേൽനോട്ടത്തിലുള്ള നടക്കുന്നൊരു കേസാണ്.